അയ്യോ വണക്കം. എന്തു പറഞ്ഞാലും എന്നെ അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഡാപ്പികളെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ് ഞാൻ നിലവിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം, അന്നം തരുന്ന നാട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഒന്ന് വീതം 4 നേരം വിളിച്ചു കൂവുന്ന നിങ്ങൾ, അതായത് GCCയിൽ കിടക്കുന്ന സുഡാപ്പികളോടാണ്. അങ്ങനെ വിളിച്ചു കൂവുന്ന സുഡാപ്പികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സംഭവം വേറൊന്നുമല്ല, കുവൈറ്റ് ഉണ്ടല്ലോ, കുവൈറ്റ് അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. വൈകാതെ ഇത് GCC രാജ്യങ്ങളിലേക്കെല്ലാം കത്തിപ്പടരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ പിടിച്ച് ഷഡ്ഡി ഊതി ചന്തിയിൽ ചടപട എന്ന് ചാട്ടവാറടി തന്ന് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇത് പറയുമ്പോൾ ചില സുഡാപ്പികൾ പിന്നെ നമ്മളെ അടിക്കാൻ എന്നൊക്കെ തോന്നും. പക്ഷേ അത് വെറും തോന്നലാണ്. പലപ്പോഴും ഇറാനിലേക്ക് അമേരിക്ക മിസൈൽ അയക്കുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നും. പക്ഷേ പ്രതികരിക്കരുത്. ഇനി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികരണമെല്ലാം സാധാരണ ഈ ഫേസ്ബുക്കിൽ കിടന്നാണല്ലോ അലമുറ ഇടുന്നത്. അങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം ഫേസ്ബുക്ക് ആയിരുന്നാലും യൂട്യൂബ് ആയിരുന്നാലും ഏത് മാധ്യമമായിരുന്നാലും അതിനകത്ത് പബ്ലിക്കാണെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾ പ്രൈവറ്റ് ആക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം കുവൈറ്റിനകത്തുള്ള സിറ്റിസൺസ്, കുവൈറ്റ് പൗരന്മാരായിട്ടുള്ള 3 പേരെ പിടികൂടിയിട്ടുണ്ട്. കുവൈറ്റിലെ സിറ്റിസൺസ് ആണെങ്കിലും ഇവരെ പിടികൂടി. ഇവരെ എന്തിനാണ് പിടികൂടിയെന്നറിയാമോ? അതായത് കുവൈറ്റിലെ ചോറും തിന്നുകൊണ്ട് ഇറാനെ അവന്മാർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിടിച്ചവന്മാർ ആസനത്തിൽ കൂടെ കുന്തം കയറ്റി വായി കൂടെ ഇറക്കി ഇവന്മാരെ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അല്ല, എനിക്കൊരു ഡൗട്ട്, ഈ കുവൈറ്റിലെ സിറ്റിസൺസ് ആണല്ലോ ഇവർ കുവൈറ്റിലെ സിറ്റിസൺസ് ആണ്. അപ്പോൾ ഇവരെ നാട് കടത്തുമ്പോൾ ഇവരെ വേറെ ഏത് രാജ്യത്തിലോട്ട് നാട് കടത്തും? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഭവം ഇപ്പം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ജാഗരൂകരായിരിക്കുക. ആയത്തുള്ള അലി ഖമനേയിയുടെ പോരാളികളാണ് നിങ്ങളെന്ന് കുവൈറ്റിലെ ഭരണാധികാരികളും പോലീസുകാരും ഒരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കട്ട പോഹയാണ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എന്തായാലും ഞാൻ ആ പടം കാണിക്കാം കേട്ടോ. 3 പേര് നിൽക്കുന്നത് കണ്ടോ? ഈ 3 പേരെയാണ് നാട് കടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗൾഫ് ന്യൂസ് അടക്കം ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി വ്യാജ വാർത്ത പടച്ചു വിടുകയാണ് എന്ന് കരുതുന്ന സുഡാപ്പികൾ ഇതുവരെ വ്യാജ വാർത്തയാണെന്നായിരിക്കുമല്ലോ വിചാരിച്ചിരിക്കുന്നത്. അതെ, ഗൾഫ് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇതാണ്. ഗൾഫ് ന്യൂസിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ കിടന്നുകൊണ്ട് സ്വന്തം നാട്ടിനെ തെറി പറയുന്ന വേട്ടാവളിയന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. ഇന്ത്യയല്ലല്ലോ കുവൈറ്റ് എന്ന് പറയുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ആണല്ലോ. ഇന്ത്യയെ കിടന്ന് നമുക്ക് നരേന്ദ്രമോദിയെ തെറി പറയാം, നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് വിളിക്കാം, നരേന്ദ്രമോദിയുടെ അമ്മയുടെ ഇമേജ് ഉണ്ടാക്കി നരേന്ദ്രമോദിയെയും ചേർത്ത് വൃത്തികെട്ട കഥകൾ ചമച്ചു വിടാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇന്ത്യക്കകത്ത് കിടന്ന് ചെയ്യാൻ പറ്റും. നാഴികയ്ക്ക് 40 വട്ടം നരേന്ദ്രമോദിയാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നെങ്കിലും അങ്ങേര് ഇതൊക്കെ കേട്ടുകൊണ്ട് പഞ്ചപുച്ഛമടക്കി വായും പൊത്തി മിണ്ടാതെ അങ്ങേരെ പണിയും ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ കൂടെ മിണ്ടാതെ പോവുകയാണ്. പക്ഷേ അതുപോലെയല്ല കുവൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെയല്ല GCC രാജ്യങ്ങളെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അതൊക്കെ ഡിലീറ്റ് ചെയ്തോ. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയ കഷ്ടപ്പാടിലാവാൻ പോകും. എന്തായിരുന്നാലും നിങ്ങളവിടെ സങ്കടകരமான നേരത്തിൽ ഇവളോ അഡ്വൈസ് എല്ലാം കൊടുക്കുക, കൊഞ്ചം പാത്ത് പണ്ണുങ്ക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ GCC രാജ്യങ്ങളിൽ ഉള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അമ്മച്ചിയാണ് ഞാൻ കൊളുത്തി കൊടുക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ളൊരു കാരണം കൂടെ. വെറുതെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് എന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ നാട് വിട്ട് വേറൊരു അന്യനാട്ടിൽ പോയി കിടക്കുന്നത് യുദ്ധം ചെയ്യാനോ കണ്ട അലവലാദികളെ സപ്പോർട്ട് ചെയ്യാനൊന്നും അല്ലല്ലോ. പല നാടുകളിലും പലതായിട്ടുള്ള രീതികളാണ്. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു നിയമം കാണും. ആ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ കാണും. പക്ഷേ അത് നിയമമാണ്. അത് അനുസരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. വേണമെങ്കിൽ നമുക്ക് നിയമത്തിനെ വെല്ലുവിളിക്കാം. സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ നിയമം ശരിയല്ല എന്നൊക്കെ നമുക്ക് പറയാനുള്ള ചോയ്സ് ഉണ്ട്. പക്ഷേ ആ ചോയ്സ് ഒന്നും വേറൊരു രാജ്യത്ത് നമുക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഉടലെടുത്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും സുഡാപ്പികൾക്ക് വേണ്ടി ആ വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷ് അറിയാമല്ലോ അല്ലേ?
3 held in Kuwait over post-smoking armed forces എന്നുള്ളതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ആർമഡ് ഫോഴ്സസ് കുവൈറ്റിലെ സൈന്യത്തെ അധിക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ട് 3 പേരെയാണ് ഇപ്പോൾ തട്ടിത്തോളി കയറ്റിയിരിക്കുന്നത് കുവൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ എത്ര സുന്ദരമല്ലേ. കഴിഞ്ഞ ദിവസം വരെ ഇറാനിയൻ കപ്പലായിട്ടുള്ള മറ്റേ IRIS ദേന, ആ IRIS ദേന എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യ പറഞ്ഞു അളിയാ പോവല്ല്, പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സമുദ്രാതിർത്തി കടക്കുമ്പോൾ, അതായത് ഇന്ത്യക്കൊരു ബോർഡർ ഉണ്ടല്ലോ ഇന്ത്യൻ ഓഷനിൽ, അത് കടക്കുമ്പം അമ്മച്ചിയാണ് അവന്മാർ അണ്ണാക്കിൽ മെസ്സേജ് അടിച്ചിട്ട് തരും, നീ പോടാ അങ്ങോട്ട് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ഇറങ്ങി പോയതാണ്. അപ്പോഴേക്കും ഇപ്പുറത്ത് IRIS ലേന എന്ന് പറഞ്ഞൊരു കപ്പലുണ്ടായിരുന്നു. അവന്മാർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് അഭയം തരുമോ എന്ന് അവന്മാർ ചോദിച്ചു. 28-ാം തീയതിയാണ് ചോദിച്ചത്, ഫെബ്രുവരി 28-ന്. മാർച്ച് 1-ന് അഭയം കൊടുത്തു. ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഒരു ഇല ഇനങ്ങിയാൽ ഞങ്ങൾ അറിയും എന്ന് പറയുന്ന ഖമനേയിക്ക് അനുകൂലമായി പ്രകടനം നടത്തുന്ന, ട്രംപിനെ കിടുകിടാ വിറപ്പിക്കുന്ന നമ്മുടെ ഗോവിന്ദൻ മാഷോലി ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ മാപ്രകൾ നമുക്കെല്ലാം അറിയാം, നമ്മളെ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവന്മാരും ഇത് അറിഞ്ഞില്ല. അങ്ങനെ അറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ആരും അറിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് IRIS ദേനയെ മറ്റേ US ടോർപിഡോ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നത്. ഏകദേശം 150 ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാരെല്ലാം ചത്തുപോയി. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 150-ഓ 80-ഓ അങ്ങനെ എല്ലാ എണ്ണവും ചത്തുപോയി. അങ്ങനെ എല്ലാ എണ്ണവും ചത്തുപോകുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള സുഡാപ്പികൾ ഇളവി. ഇവന്മാരെന്ത് ചെയ്തു? ഇന്ത്യൻ ആർമിയെ, ഇന്ത്യൻ നേവിയെ എല്ലാം മൂടുപാട് തെറി വിളിച്ചു. ഒറ്റിക്കൊടുക്കുന്നോടാ നായിൻ്റെ മോനെ എന്നൊക്കെയാണ് ഇന്ത്യൻ നേവിക്കാരെക്കുറിച്ചും ഇന്ത്യൻ ആർമിക്കാരെക്കുറിച്ചും ഇവിടെ കിടന്ന് സുഡാപ്പികൾ വിളിച്ചു പോകുന്നത്. ഞാനതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യം വരും. എന്തായിരുന്നാലും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമുക്കിവിടെ കിടന്ന് എന്തും പറയാം. അങ്ങനെ ഇന്ത്യ അവരെ ഒറ്റിക്കൊടുത്തു. അതേസമയം ശ്രീലങ്ക അവിടെ ഒരു കപ്പലിന് IRIS ബുഷഹർ എന്ന് പറഞ്ഞൊരു കപ്പലിന് അഭയവും കൊടുത്തു. പോരാത്തതിന് ഈ IRIS ദേഹ എന്ന് പറയുന്ന പൊട്ടിത്തെറിച്ച കപ്പലില്ലേ, ആ കപ്പൽ പൊട്ടിത്തെറിച്ചപ്പോൾ അതിലെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തു. ശ്രീലങ്കയെ കണ്ടുപിടിക്കട, ശ്രീലങ്കയാണടാ ചങ്കൂറ്റമുള്ള രാജ്യം, ശ്രീലങ്കയാണ്ടാ ഞമ്മൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സകലദണ്ഡികളും അതിഭീകരമായിട്ടുള്ള ബഹളമാണ് നടത്തിയത്. അതിനുശേഷമാണ് ഈ വാർത്ത പുറത്തു വന്നത്. നമ്മൾ IRIS ലേന എന്ന് പറയുന്ന കപ്പലിന് ഫെബ്രുവരി 28-ാം തീയതി തന്നെ ഇവിടെ വന്ന് ഡോക്ക് ചെയ്തു. അവർ ചോദിച്ചു ഡോക്ക് ചെയ്തോ എന്ന് പറഞ്ഞിരുന്നു. മറ്റേ കപ്പലിനോട് നമ്മൾ പോകരുതെന്ന് പറഞ്ഞിരുന്നു. പോകുന്നെങ്കിൽ ആ ഗുജറാത്ത് തീരത്തൂടെയൊക്കെ പൊക്കൂടെ. ഗുജറാത്ത് തീരമാകുമ്പോൾ വേറെ പ്രശ്നമില്ല, ഇന്ത്യയുടെ അതിർത്തിക്കകമാണ്. അതുവഴിയൊക്കെ നൈസായിട്ട് ഇങ്ങനെ പോയി പാകിസ്ഥാൻ്റെ സൈഡിൽ കൂടെ നേരെ ചബഹറിലോട്ട് വല്ലതൊക്കെ പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ അതും കേട്ടില്ല. അവന്മാർ നേരെ അമേരിക്കയുടെ വായിച്ചെന്ന് കയറി കൊടുത്തു. അതാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. പോരാത്തതിന് ഈ ശ്രീലങ്കയാണ് ചങ്കൂറ്റമുള്ള രാജ്യം എന്ന് പറയുന്ന സുഡാപ്പികളുടെ അണ്ണാക്കിൽ അടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നു. അതായത് ഈ IRIS ദേനയ്ക്ക് അങ്ങോട്ട് പോകെ അപകടം മനസ്സിലായി. അപ്പോൾ അവർ ശ്രീലങ്കയോട് ചോദിച്ചു, ഞങ്ങൾ ഇന്ത്യൻ അതിർത്തി വിട്ട് എന്തായാലും വന്നു, ഒന്നിവിടെ ഒന്ന് അഭയം തരാമോ എന്ന് ശ്രീലങ്കയോട് ചോദിച്ചപ്പോൾ ഇന്ന് ഇറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ നിന്ന്, ഈ ബോർഡറിൽ നിന്ന് പോടാ എന്നാണ് ശ്രീലങ്ക യഥാർത്ഥത്തിൽ അവന്മാരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കപ്പൽ പൊട്ടിത്തെറിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം പുറത്തു വന്നപ്പം സുഡാപ്പികൾ മിണ്ടുന്നില്ല. അവന്മാരെ അണ്ണാക്കിൽ പഴം, അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ കുവൈറ്റ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി വാർത്തയോടെ ഞാൻ വായിക്കാം. Authorities in Kuwait have arrested 3 individuals for publishing social media content that authorized say insulted the country's military institutions and harmed national interest. ഇപ്പോൾ കുറേ പേര് വിചാരിച്ചാണ് മിലിറ്ററി ആക്ഷേപിച്ചുകൊണ്ടാണല്ലോ കുവൈറ്റ് പിടിച്ച് പുറത്താക്കിയതെന്ന്. അല്ല, നാഷണൽ ഇൻട്രസ്റ്റ്, അതായത് രാജ്യത്തിനൊരു താല്പര്യമുണ്ട്, അത് ഇറാനെതിരാണ്. അങ്ങനെ ആ ഇറാനെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ താല്പര്യത്തിന് നിങ്ങൾ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കില്ല. കാരണം നിങ്ങൾ ആ രാജ്യത്തിനകത്താണ്. അത് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ഇന്ത്യ പോലെയൊന്നുമല്ല. അവന്മാർ നേരെ റോഡിലോട്ട് ഇട്ടുകളയും, എന്നിട്ട് നേരെ ടാർ ഒഴുകിയും എന്നിട്ട് ബുൾഡോസർ കയറ്റി ഇറക്കും. അങ്ങനെയാണ് ഈ കുവൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ, 2 people were detained after posting video clips containing phrases and scenes mocking the Kuwaiti armed forces and belittling the efforts of their air defense system in carrying out its national duties. ഇതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് കുവൈറ്റിലെ സൈന്യത്തെ അപമാനിച്ചു, കുവൈറ്റിലെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ അപമാനിച്ചു, സൈന്യത്തിനെയും അവിടെ കുവൈറ്റിലുള്ള സകല ആൾക്കാരെ അപമാനിച്ചു. അതുകൊണ്ട് ഇവന്മാരെല്ലാം എടുത്ത് പുറത്താക്കിയിരിക്കുകയാണ്. Officials said investigators confirmed the pair filmed and shared the content online. They were subsequently detained and referred to the competent authorities for legal action. അതായത് സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ എന്ത് ചെയ്തു, പോസ്റ്റൊക്കെ ഇട്ടു. ആ പോസ്റ്റ് ഒഫീഷ്യൽസ് കണ്ടെടുത്തിട്ട് ഇവന്മാരെ സാപന ജംബമ വസ്തുക്കളും ഇവന്മാർ പിടിച്ചെടുത്തു. കുവൈറ്റ് പിടിച്ചെടുത്തു. അങ്ങനെ സാപന ജംബമ വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം officials said investigations confirmed the paid filmed and shared the content online. They were subsequently detained. അതായത് പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞു. In a separate case, another individual was arrested for publishing posts containing insults and misusing social media in a manner that could harm the country's international relations. Authorities also said the
അക്കൗണ്ട് ഡിസ്പ്ലേഡ് ഇമേജസ് ഓഫ് ലീഡേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്. പോരാത്തതിന് ഇവന്മാർക്ക് തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നാണ് കുവൈറ്റ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ വല്ല ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വല്ല ആൾക്കാരും ആർമിയെ അപമാനിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്നതാണ് അവന് വല്ല തീവ്രവാദ ബന്ധവും കാണുമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഉടനെ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോടാ ഇങ്ങനെ പറയുന്നത് എന്നാണ് നമ്മൾ ആ കാർഡ് ഇറക്കാറുള്ളത്. പക്ഷേ ഇത് മുസ്ലിം രാജ്യമാണ്. ആ മുസ്ലിം രാജ്യത്തിനകത്ത് കയറിയിട്ട് ഒരു മുസ്ലിമായ ഞാൻ ആ മുസ്ലിം രാജ്യത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുമ്പോൾ ആ മുസ്ലിം രാജ്യം പറയുകയാണ് ഞാൻ തീവ്രവാദിയാണ്. ഇത് ഇവിടുത്തെ ഏർപ്പാടാ എന്നുള്ള സെറ്റപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. The Interior Ministry reiterated that social media users must comply with laws and regulations and avoid publishing content that undermines military institutions or damages the country's interest. That's the point. അതായത് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് കേട്ടല്ലോ, സോഷ്യൽ മീഡിയ അവോയ്ഡ്. ഇത്രയും വായിക്കുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ട് വാക്കുകൾ എടുത്ത് പറഞ്ഞത്. സോഷ്യൽ മീഡിയ അവോയ്ഡ്, കൺട്രി ഇൻട്രസ്റ്റ് ഹനിച്ച കുത്തിഞ്ഞായി എന്നാണ് കൃത്യമായിട്ട് കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് കുവൈറ്റ് മാത്രമല്ല, GCCയിലെ ഏത് രാജ്യവും ആയിക്കോട്ടെ, നമ്മൾ പോകുന്നത് നമ്മളെ പെണ്ടാട്ടിക്കും നമ്മളെ പിള്ളേർക്കുമൊക്കെ വല്ല ഞമ്മൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അവനവിടെ 100,000 പ്രശ്നങ്ങൾ കാണും. ആ 100,000 പ്രശ്നങ്ങളുടെ പിറകിൽ 100,000 കാരണങ്ങളും കാണും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല. നമ്മൾ പോവുക, നമ്മളെ പണിയെടുക്കുക, നമ്മൾ തിരിച്ചു വരിക, ഇത്ര മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അമ്മച്ചാണ് അവന്മാർ ആസനമെല്ലാം വലിച്ച് കീറും എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഒരുപാട് തെറി പറയുന്നില്ലേ, അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു ഉപദേശം ഇരിക്കട്ടും. അപ്പോൾ ശരി.